ഗുരുവായൂരപ്പൻ പച്ചപ്പയർ ഉപ്പേരി ചോദിച്ചു വാങ്ങിയ കഥയറിയാമോ? ഗുരുവായൂരമ്പലത്തിനടുത്ത് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അയാൾ സ്വപ്നം കണ്ടു. ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, എനിക്ക് പച്ചപ്പയർ ഉപ്പേരി കൂട്ടണം, കുറച്ച് പച്ചപ്പയർ നാളെ ക്ഷേത്രത്തിൽ എത്തിച്ചു തരൂ. ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ നേരിട്ട് വന്ന് തനിക്ക് വേണ്ട സാധനം ആ ഭക്തനോട് പറയുകയാണെങ്കിൽ അയാൾ എത്ര ഭാഗ്യവാനാണ്. ആ ഭക്തൻ രാവിലെ കുളിച്ച് ശുദ്ധിയായി തൻ്റെ കൃഷിയിടങ്ങളിൽ പോയി കുറച്ച് നല്ല പച്ചപ്പയർ പറിച്ചെടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ ആ പയർ അധികാരികളെ ഏൽപ്പിച്ചു. എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കണം എന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് ഭഗവാന്റെ പച്ചപ്പയർ ഉപ്പേരി കഴിക്കാനുള്ള ആഗ്രഹത്തെപ്പറ്റി അവിടെയുള്ള അധികാരികളോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അവിടെ ആരും വിശ്വസിച്ചില്ല. എന്നാലും ഭഗവാന് നിവേദിക്കേണ്ടത് കൊണ്ട് അവിടെ ഉപ്പേരി ഉണ്ടാക്കുകയും അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ആ പയർ ഉപ്പേരി കുറച്ച് കരിഞ്ഞു പോവുകയും ചെയ്തു. അതൊന്നും വകവയ്ക്കാതെ അവർ ആ കരിഞ്ഞ ഉപ്പേരി ഭഗവാനെ നിവേദിച്ചു. അന്ന് രാത്രി ആ കർഷകന് വീണ്ടും ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി. ഇന്ന് കൊണ്ടുകൊടുത്ത പയറുപ്പേരി കുറച്ചു കരിഞ്ഞു പോയിരുന്നു. അതിനാൽ നാളെ വീണ്ടും കുറച്ചുകൂടി പയർ അമ്പലത്തിൽ എത്തിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി നിവേദിക്കാൻ പറയണം എന്ന് ഭഗവാൻ സ്വപ്ന ദർശനത്തിൽ അയാളോട് നിർദ്ദേശിച്ചു. ആ കർഷകൻ പിറ്റേ ദിവസവും കുറച്ച് പയർ വീണ്ടും പറിച്ചെടുത്ത് അമ്പലത്തിൽ പോയി അധികാരികളോട് പറഞ്ഞു. തലേ ദിവസം ഉണ്ടാക്കിയ പയറുപ്പേരി കുറച്ച് കരിഞ്ഞു പോയെന്നും അതിനാൽ വീണ്ടും കുറച്ച് പച്ചപ്പയർ പറിച്ചെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുകൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട ക്ഷേത്ര അധികാരികൾ അത്ഭുതപ്പെട്ടു. തലേ ദിവസം ഉപ്പേരി കരിഞ്ഞു പോയത് ഇയാൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. തലേ ദിവസം സ്വപ്നദർശനത്തിൽ ഉണ്ടായ കാര്യം അദ്ദേഹം ആ അധികാരികളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. എല്ലാവരും അയാളുടെ ഭക്തിക്ക് മുന്നിൽ തലകുനിച്ചു.